ഗർഭിണിയാവുമ്പം ചിലരുടെയൊക്കെ മുടി പൊഴിഞ്ഞു തുടങ്ങിയ ഒരു അതെ പൊഴിയലാണ്. അതെ അപ്പോൾ പ്രസവം കഴിയുമ്പോൾ വീണ്ടും മുടി പൊഴിച്ചിൽ കൂടുകയാണ്. ഈ മുടി പൊഴിച്ചിലും പ്രസവമായിട്ട് ബന്ധമുണ്ടോ ശരിക്കും? നമ്മുടെ ബോഡിയിൽ ഹോർമോൺ വേരിയേഷൻ ഉണ്ടാവുക, അതായത് എസ്പെഷ്യലി ഒരു ഡെലിവറി കഴിയുന്ന സമയത്ത് പെട്ടെന്ന് ഈസ്ട്രോജൻ വിഡ്രോവൽ ഉണ്ടാവും. ഇത് ശരീരത്തിന് അത്രയും നാൾ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്ത ഹോർമോൺസ് എല്ലാം പെട്ടെന്ന് കുറയും. ഇതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ടാണ് മുടി കൊഴിയുന്നത്. പക്ഷെ അതുകൊണ്ട് ജീവിതകാലം മുടി വരില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഈ പറയുന്ന പോലെ സിൻസ് ബേബീനെ ലാച്ചിങ് ചെയ്യുന്ന സമയത്ത് കുറേ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് ഇവരൻ എന്താണോ ന്യൂട്രീഷണൽ നീഡ്സ് അത് കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ മുടി കൊഴിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അത് പ്രസവിക്കണം എന്നില്ല. ഈവൻ ഡയറ്റ് ചെയ്യുന്ന ഒരു മദർ ഒരു ഏതൊരു ലേഡി ആണെങ്കിൽ നമുക്കറിയാം മുടി തിന്നാവും, നഖം പൊട്ടിപ്പോവും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് പോകുന്നത്. ഈ എന്തായാലും ഈസ്ട്രോജൻ്റെ വിഡ്രോവൽ കൊണ്ട് കുറച്ചൊക്കെ പോകും. അങ്ങ് നിർത്താതെ പൊഴിയുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ ചെക്ക് ചെയ്യേണ്ട, മേ ബി അവർ ന്യൂട്രീഷനിസ്റ്റിനെയോ ഡയറ്റീഷ്യനെയോ കണ്ടിട്ട് അവരെ ന്യൂട്രീഷണൽ നീഡ്സ്, അവർ അയൺ കാൽഷ്യം ഒക്കെ എടുക്കാൻ ഡോക്ടേഴ്സ് ആഫ്റ്റർ ഡെലിവറി പറയുന്നത് ഈ കാരണം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ കാണാറൊന്നുമില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഹെഡ് മസാജസ് അതുപോലെ ശിരോധാരയൊക്കെ ചെയ്യുമ്പോൾ പുതിയ ഹെയറിനെ ഗ്രോ ചെയ്യാനായിട്ടും സ്റ്റിമുലേറ്റ് ചെയ്യും. പിന്നെ ഭക്ഷണവും കൂടെ കൃത്യമാക്കിയാൽ മാത്രമേ ഹെയർ ലോസും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റൂ. പുതിയ വരുന്ന ഹെയർസ് നല്ല തിക്കായിട്ടുള്ള ഹെയറും ഉണ്ടാവുള്ളൂ.